അഭിനേതാവിന്റെ കുപ്പായം അഴിച്ചുവെക്കാൻ തീരുമാനമെടുത്തപ്പോഴും സിനിമയോടുള്ള ഇഷ്ടം മോഹൻ ഉപേക്ഷിച്ചില്ല. നിർമ്മാതാവിന്റെ വേഷം അണിഞ്ഞുകൊണ്ട് എത്രയോ സിനിമകൾക്ക് പിന്നിലെ മഹാശക്തിയായി. എനിക്ക് ബിസിനസ്സിലും കുറേ ആ സമയത്താണ് ഈ സിനിമയിൽ വന്നതിന് ശേഷം, ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം ഇതെന്തെങ്കിലും നമ്മൾ ഈ ഞാൻ പറഞ്ഞില്ലേ ആത്മസംതൃപ്തി ഇല്ലാത്തത് കൊണ്ടാണ് സിനിമ ഈ അഭിനയം അല്പമൊന്ന് നിർത്തി പിന്നെ മറ്റ് സംഗതികൾ. അപ്പോൾ ആ ബിസിനസ്സിൻ്റെ വശത്തിലോട്ട് പോയപ്പോഴാണ് പടം പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ ബിസിനസ് നമ്മൾ എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ ടെക്സ്റ്റൈൽസിൻ്റെ ഒരു ബിസിനസ് എനിക്ക് അല്പം താല്പര്യമുണ്ടായിരുന്നൊരു ബിസിനസ്സാണ്. അതിൽ ഒരു ഏജൻസി എടുത്തു. ഒരു കമ്പനിയുടെ പ്രോഡക്ട്സ് കേരളത്തിൽ വിതരണം ചെയ്യാനുള്ള അവകാശം ഞാൻ എടുത്തു. അങ്ങനെ മറ്റേ ഈ ഗ്രവേറ ഷൂട്ടിംഗ് എന്ന് പറയുന്ന ആ കമ്പനി, അവരുടെ ഷൂട്ടിങ്സ് കേരളത്തിൽ ഞാനാണ് വിതരണം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ബിസിനസ്സിലും എനിക്ക് താല്പര്യമുണ്ട്. ചെയ്യുന്ന പ്രവൃത്തി ഏതായാലും അതിൽ വിജയിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏതായാലും. അപ്പോൾ കലാകാരനായിട്ട് ഞാൻ വർത്തിക്കുമ്പോൾ കലയിൽ രീതിയിൽ വിജയിക്കാൻ ഉള്ള ഒരു ഇതുണ്ടാവും. അതുപോലെ തന്നെ ഒരു ബിസിനസ്മാനായിട്ട് എന്നെ കാണുമ്പോൾ ആ ബിസിനസ്സിൽ വിജയിക്കാനുള്ള രണ്ടിലും കുഴപ്പമില്ല. ഒരുപാട് സംവിധായകരുടെ കുടക്കീഴിൽ നിന്നില്ലെങ്കിലും മലയാളത്തിലെ ശ്രദ്ധേയരായ സംവിധായകരുടെ ചിത്രങ്ങളിൽ തുടർച്ചയായി വേഷങ്ങൾ ചെയ്യാൻ കഴിഞ്ഞതിൽ മോഹന് സംതൃപ്തിയുണ്ട്. സിനിമയുടെ വൈഡ് സ്ക്രീനിൽ നടനെന്ന നിലയിൽ വലിയ കാലം ഉണ്ടാകാതെ പോയത് നിർഭാഗ്യമായല്ല, ദൈവനിശ്ചയമായി കാണുകയാണ് ഈ കലാകാരൻ. ഒരു പടം തുടങ്ങുന്നതിന് മുൻപ് അതിൻ്റെ സ്ക്രിപ്റ്റ് കാണണം എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ആ പടത്തിൻ്റെ ആ റോളിൻ്റെ ആ ഭാഗത്തെ പറ്റിയുള്ള പരിജ്ഞാനം നല്ലപോലെ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ അത് ചെയ്യാൻ സാധിക്കൂ എന്നൊരു അതുകൊണ്ട് പലർക്കും അന്ന് എന്നോട് വരുമ്പോൾ തന്നെ പലർക്കും അതൊരു പ്രീ കണ്ടീഷനാണ്. അപ്പോൾ അതും ഒരു പ്രശ്നമായി തീർന്നു. ഒരു കാര്യം അന്നൊന്നും ആരും ഈ സ്ക്രിപ്റ്റൊക്കെ എഴുതിയൊന്നും ആരും വളരെ കുറവാണ്. അപ്പോൾ അതും ഒരു പ്രശ്നമായിരുന്നു. അതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് ഞാൻ ചെയ്ത പടങ്ങൾ വളരെ കുറവാണ്. 130 140 പടങ്ങളെ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ ഇതാ. മോഹൻ അഭിനയിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് നോക്കണം, സ്ക്രിപ്റ്റ് റെഡി ആവണം. മറ്റ് ഈ കണ്ടീഷൻസ് ഉള്ളത് കൊണ്ട് പലരും എൻ്റെ അടുത്ത് വരാൻ തന്നെ പലരും മടിച്ചിരുന്നു. പക്ഷെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് വലിയ കാര്യമില്ല. കാരണം പറഞ്ഞാൽ ഒരു കരിയർ എന്ന് പറയുമ്പോൾ ഒരു ഫിലിം ഇൻഡസ്ട്രിയിലൊരു കരിയർ എന്ന് പറയുമ്പോൾ അതും ആക്ടിങ് കരിയർ എന്ന് പറയുമ്പോൾ എല്ലാ ടൈപ്പ് പടങ്ങളും എല്ലാ ടൈപ്പ് റോളുകളും ചെയ്യാനുള്ള സന്നദ്ധത ഉണ്ടാവണം. അതും അപ്പോഴുണ്ടായാൽ മാത്രമേ അത് അങ്ങ് നിലച്ചു നിൽക്കാൻ സാധിക്കുള്ളൂ എന്നെനിക്ക് മനസ്സിലായി. ഞാൻ ഈ ചെയ്ത പടങ്ങൾ മുഴുവനുള്ള ഡയറക്ടേഴ്സൊക്കെ വേറൊരു ടൈപ്പാണ്. രാമു കാര്യാട്ട്, PN മേനോൻ, KS സേതുമാധവൻ, വിൻസെൻ്റ്, ഇവരൊക്കെയാണ് ഞാനുമായിട്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ശശികുമാറോ AB രാജോ ഒന്നും അവരായിട്ട് ഞാൻ ഒന്നിനും അഭിനയിച്ചിട്ടില്ല. ഭരതൻ എന്ന സംവിധായകൻ ആദ്യമായിട്ട് പടം ഡയറക്റ്റ് ചെയ്തത് ഞാനുമായിട്ടാണ്. അപ്പോൾ അത് തന്നെ വളരെ വളരെ രസാവഹമായ ഒരു കഥയാണ്. പുള്ളിക്കാരൻ ആദ്യമായിട്ട് ഒരു ആർട്ട് ഡയറക്ടറായിട്ടാണ് വരുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു സ്ക്രിപ്റ്റ് എഴുതി വെച്ചിരുന്നു. ബാലുമഹേന്ദ്രൻ ഫോൺ ചെയ്തു, ഇങ്ങനെ ഭരതൻ മറ്റേ ആർട്ട് ഡയറക്ടർ നിങ്ങളെ കാണണമെന്ന് പറയുന്നത് നല്ല സ്ക്രിപ്റ്റ് ഉണ്ട്, അതൊന്ന് വായിപ്പിക്കണം എന്ന് പറയുമ്പോൾ എന്നിട്ട് വായിച്ചു. പുള്ളിക്കാരൻ സ്ക്രിപ്റ്റ് തന്നു. അപ്പോൾ ഈ സ്ക്രിപ്റ്റിലുള്ളത് അന്ന് പുള്ളിക്കാരനൊരു കലാകാരൻ കൂടി ആയതുകൊണ്ട് സ്ക്രിപ്റ്റിൻ്റെ ഒരു ഭാഗത്ത് മുഴുവൻ ഈ സിനേരിയോ എഴുതിയിട്ട് ഈ വശത്ത് ഈ ഷോട്ട് ബൈ ഷോട്ട്, ഫ്രെയിം ബൈ ഫ്രെയിം പുള്ളിക്കാരൻ ഈ പടങ്ങൾ സ്കെച്ച് ചെയ്തിട്ടുണ്ട്. ആ സ്കെച്ചിങ് മുഴുവൻ എൻ്റെ ഫേസാണ്, ആ നായകൻ്റെ ഫേസ് എൻ്റെ ഫേസാണ്. അപ്പോൾ പുള്ളിക്കാരൻ എന്നെ കണ്ടുകൊണ്ടാണ് അത് സ്കെച്ച് ചെയ്തത്. പ്രയാണം എന്ന പടം എന്നോട് ഭരതൻ പറഞ്ഞു, ഇങ്ങനെ ഇത് ഞാൻ വളരെ പ്രയാസപ്പെട്ട് ഞാൻ എഴുതിയൊരു സ്ക്രിപ്റ്റാണ്. അപ്പോൾ എനിക്ക് ഈ പടം എങ്ങനെയെങ്കിലും ഇത് പടമായിട്ട് എടുക്കണം. അപ്പോൾ മോഹൻ സാർ ഇത് ഒന്ന് സേതുമാധവനോട് പറഞ്ഞിട്ട് ഒന്ന് റെക്കമെൻഡ് ചെയ്താൽ കൊള്ളാം. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ഈ സ്ക്രിപ്റ്റ് സേതുമാധവന് കാണിക്കണം. അപ്പോൾ പുള്ളിക്കാരന് മനസ്സിലാവും ഏകദേശം. അപ്പോൾ പുള്ളിക്കാരന് സ്ക്രിപ്റ്റ് ആവശ്യമുണ്ടെന്ന് ഞാൻ കേട്ടു. അപ്പോൾ അന്ന് T. വാസുദേവൻ എന്ന പ്രൊഡ്യൂസറിന് വേണ്ടി സേതുമാധവൻ ഒരു സബ്ജക്റ്റ് അന്ന് കൊണ്ടിരുന്ന സമയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കത് തോന്നി, പറഞ്ഞല്ല ഇത് ഭരതൻ ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അഭിനയിക്കാം. കാര്യം ഭരതൻ്റെ ആണ് അതിൻ്റെ കൺസെപ്റ്റ്, ഭരതൻ്റെ ഡ്രോയിങ്സിൽ എൻ്റെ ഫേസ് ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നി
ഞാൻ അങ്ങോട്ട് പറഞ്ഞു ഭരതൻ ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അഭിനയിക്കാം. അങ്ങനെയാണ് ഭരതൻ ഒരു സംവിധായകനാകുന്നത്. ലിമിറ്റേഷൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ വളരെ കുറവ് പടങ്ങൾ ചെയ്തതും വളരെ വേഗം ഞാൻ അങ്ങ് ഒരു 5-6 കൊല്ലം കൊണ്ട് എനിക്ക് മറ്റേ ഇത് ഇനിയിപ്പോൾ ഈ പണി വേണ്ട എന്ന് എനിക്ക് തോന്നാൻ തുടങ്ങിയത്. അതാണ് കാരണം. ഇപ്പോൾ തോന്നാറുണ്ട്. അത് അങ്ങനെ അല്ലാതെ ഞാൻ പറഞ്ഞതുപോലെ ധാരാളം പല തരത്തിലുള്ള പല വേഷങ്ങളും പല ഇതല്ലാതെ ഈ സ്ക്രിപ്റ്റ് വായിക്കാതെ തന്നെ നമ്മൾ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ എൻ്റെ കരിയർ ഈ 10 കൊല്ലം കൊണ്ട് അവസാനിച്ചത് ഒരു പക്ഷേ 20-25 കൊല്ലം നീണ്ടേനെ എന്ന് എനിക്ക് തോന്നാറുണ്ട്. തോന്നാതെയില്ല. സിനിമാ ലോകം കൽപ്പിച്ചു നൽകിയ വനവാസകാലമായിരുന്നില്ല മോഹൻ്റേത്. ആവർത്തന വിരസമായ വേഷങ്ങളിൽ തളച്ചിടപ്പെട്ടു പോകുന്ന വേദനയായിരുന്നു താൽക്കാലികമായെങ്കിലും മാറി നിൽക്കാൻ ഈ കലാകാരനെ പ്രേരിപ്പിച്ചത്. മോഹൻ ഇപ്പോഴും തിരക്കിലാണ്. നടനായും നിർമ്മാതാവായും തല ഉയർത്തി നിന്ന ഒരിടത്തേക്ക് സംവിധായക കുപ്പായം കൂടി അണിഞ്ഞ് എത്തുകയാണ്. മോഹൻ പ്രതീക്ഷ വയ്ക്കുന്ന പുതുവേഷമാണിത്. ഒരു നടന് റിട്ടയർമെൻ്റ് എന്നത് ഇല്ല. കാര്യം അവസാന കാലം വരെ ഒരു നടന് അതിനുള്ള അവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ അഭിനയിക്കും. എനിക്ക് എൻ്റേതായിട്ടുള്ള എൻ്റെ ഇന്നത്തെ മറ്റേ രീതിയിൽ എനിക്കൊരു നല്ല ക്യാരക്ടറോ ഞാൻ എൻ്റെ കഴിവ് പ്രദർശിപ്പിക്കാൻ അവസരം കിട്ടുന്ന ഒരു ക്യാരക്ടറോ കിട്ടുകയാണെങ്കിൽ ഞാൻ അഭിനയിക്കും. ഞാൻ അഭിനയത്തിൽ നിന്നും ഒരിക്കലും മാറി നിന്നിട്ടില്ല. ഞാൻ ഇക്കൊല്ലം എൻ്റെ ഒരു പടം ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്യുന്നു. ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത് ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്തു. ഞാൻ വളരെ കാലം ഞാനത് ചെയ്യാൻ വേണ്ടി മനസ്സുകൊണ്ട് ആഗ്രഹിച്ചൊരു സംഗതിയാണ്. അപ്പോൾ ആ രീതിയിലുള്ളൊരു സബ്ജക്റ്റാണ്. ഈ സബ്ജക്റ്റ് ഞാൻ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഞാനാണ് സ്ക്രീൻ പ്ലേ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ തന്നെ സംവിധാനം ചെയ്യണം എന്നൊരു ആഗ്രഹം എനിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് അത് ഞാൻ തന്നെ ചെയ്യുന്നുണ്ട്. അത് ഇക്കൊല്ലം ഞാനത് ആ പടം എടുക്കുന്നു. അപ്പോൾ അത് ഞാൻ വളരെയധികം ഒരു മലയാളം സിനിമ അഭിമാനിക്കാവുന്ന ഒരു പടമായിരിക്കും. വളരെ വ്യത്യസ്തപ്പെട്ടൊരു പടമായിരിക്കും. ഓ ചതുരാനനാദിവംഗിതനീ കുപര കേലനയ്യ ഓ ചതുരാ. ഒരു നടൻ എന്നതിലുപരി പച്ചയായ മനുഷ്യനാണ് മോഹൻ. ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു വന്ന ഒരാൾ. പക്ഷേ വേദനകൾ ഒരിക്കലും മറ്റുള്ളവർക്ക് മുന്നിൽ തുറന്നു വയ്ക്കാൻ ഇദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല. ജീവിതത്തിന്റെ കയറ്റിറക്കങ്ങളിൽ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും മോഹൻ മനസ്സ് ചേർത്ത് നടന്നത് ഈ സംഗീതത്തോടൊപ്പമാണ്.